ഞാനൊരു കാര്യം പറയട്ടേക്കാം. നമ്മുടെ മക്കളൊക്കെ വലുതായി വരുമല്ലേ, നല്ല മക്കളായി മാറട്ടെ എന്നാ കൂടി ഞാൻ പറയുകയാണ്. ഒരു കാലത്ത് അവർ ഏതെങ്കിലും സാഹചര്യം കൊണ്ടോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ അവരൊരു ചീത്ത രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഇതെല്ലാം നോക്കിക്കാണുന്ന സമൂഹം പഴിചാരുന്നത് മാതാപിതാക്കളെയാണ്. അവർ പറയുന്ന ഒരു പേരുണ്ട്, വളർത്തുദോഷം. ഈ ഒരു വേർഡിനോട് ഇക്ക ഏത് രീതിയിലാണ് യോജിക്കുന്നുണ്ടോ? അത് ഒരിക്കലും യോജിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടി വളർന്നു വരുന്ന സമയം മുതൽ ചെറുപ്പാണെങ്കിൽ ഒക്കെ അവന്റെ പിന്നാലെ സ്കൂളിലും എല്ലായിടത്തും നമുക്ക് നടക്കാൻ കഴിയില്ലല്ലോ, മാതാപിതാക്കൾക്ക് നടക്കാൻ കഴിയില്ലല്ലോ. അവന് ഏത് രീതി ഒരു പക്ഷെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇപ്പൊ ഒരു കോളേജിൽ എത്തിക്കഴിഞ്ഞ് അവന്റെ കൂട്ടുകെട്ട് അവൻ എങ്ങോട്ട് പോകുന്നു പിന്നാലെ നടക്കാൻ കഴിയില്ല. ഒരു മാതാപിതാക്കൾ കഴിയോ? എപ്പോഴും കഴിയുമല്ലോ. ഇല്ല ഇക്ക. പക്ഷെ നമ്മുടെ കയ്യില് നമ്മുടെ മക്കള് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 16-18 വയസ്സൊക്കെ ആയി. അത് കഴിഞ്ഞാൽ ഹോസ്റ്റൽ ലൈഫായി. അവർ പഠിക്കുന്നവരാണെങ്കിൽ അവർ നമ്മുടെ ഒരു കൺമുന്നിലേ ഇല്ല. അല്ലെങ്കിൽ അവർ നമ്മൾ നല്ല ഹയർ സ്റ്റഡി കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പുറത്താണുള്ളത്. എല്ലാ മക്കളും നല്ല മക്കളാവട്ടെ എന്നാൽ കൂടി സാഹചര്യം കൊണ്ട് മാറുമ്പോഴും മാതാപിതാക്കളെ പഴിചാരുന്ന ആ ഒരു സമ്പ്രദായം ഒന്ന് മാറ്റി പിടിക്കണം. കാരണം ഇന്നത്തെ സമൂഹം തന്നെ മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ചെറിയ മക്കളെ പോലും ഫോക്കസ് ചെയ്ത് ചീത്ത രീതിയിലേക്ക് മാറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇതിലുള്ളത് അല്ലെ. ഇനി അതൊന്നും പോരാ, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ മക്കൾ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് ചെറുപ്പം മുതലേ അവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെ. അങ്ങനെ ആവുമ്പോഴല്ലേ ചെറിയ മക്കളാകുമ്പോൾ തുടങ്ങി അവര് അവിടെ ഒരു സ്കൂളിൽ നടന്ന കാര്യങ്ങളും അവര് ടീച്ചേഴ്സ് അവരോടുള്ള ബിഹേവിയറും കുട്ടികളുടെ ബിഹേവിയറും സമൂഹം അറ്റ്മോസ്ഫിയർ എല്ലാം അവര് അതാണ് ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും, എല്ലാം പറഞ്ഞുതരും. അത് നമ്മൾ കേട്ട് ഇരിക്കാനുള്ള സമയം അവർക്ക് കൊടുക്കണം. നമ്മൾ പലപ്പോഴും ഫോണിലൊക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അവരുടെ കാര്യങ്ങള് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്ത് തരാൻ നമ്മൾ അവസരം കൊടുക്കുന്നില്ല പലപ്പോഴും. ഇപ്പോഴത്തെ വിഷയം എന്താണെന്നറിയോ? ഒരു വീട്ടില് ഒരു ഉമ്മയാണെങ്കിലും ഉപ്പാണെങ്കിലും പിന്നെ മക്കളാണെങ്കിലും ഒക്കെ വേറെ ഒരു മൂലയിലാണ്, ഒരു ഫോണായിട്ട് ഇരിക്കുകയാണ്. ആർക്കും തമ്മിൽ സംസാരിക്കാൻ സമയമില്ലല്ലോ. സത്യം. ഈ ഫോൺ ഒന്ന് കുറച്ചു നേരം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ അവരും അവരുടെ ലൈഫില് അവരുടേതായ രീതിയിൽ ബിസി ആയി തുടങ്ങും അല്ലെ. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് പറയുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള ശീലം അത് ചെറുപ്പം മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്റെ ഉമ്മയോ ഉപ്പയോ എന്നെ കാത്തിരിക്കും ഫുഡ് കഴിക്കാൻ എന്നുള്ള ഒരു അവെയർ മക്കളിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് എത്ര വലുതായാലും അവർ വീട്ടിൽ വന്ന് എന്നെ കാത്തിരിക്കുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ എന്റെ ഉപ്പയുണ്ടല്ലോ അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത മക്കളുടെ മനസ്സിൽ. അവന്റെ അടുത്ത് അവളുടെ അടുത്ത് ചെറിയ തെറ്റുകൾ പറ്റിയാൽ തന്നെ അത് നമ്മൾ ക്ഷമിക്കാനുള്ളത് കാണിക്കണം. അല്ലാതെ അതിനെടുത്ത് ചാടിയിട്ട് അതിന് കൊടുക്കുമ്പോൾ എന്താ കുട്ടികൾ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയില്ല. കാര്യം അവരിപ്പോ ഒരു ചെറിയ തെറ്റാണ് ചെയ്തെങ്കിലും ആദ്യമൊക്കെ ക്ഷമിക്കുക, പക്ഷെ എപ്പോഴും ക്ഷമിക്കരുത്. അവിടെ ഒരു തെറ്റുണ്ട്. ആണുങ്ങൾ പലപ്പോഴും ഒരു ഭാര്യ ചിന്തിക്കുന്ന ഒരു ഉമ്മ ചിന്തിക്കുന്ന പോലെ ഒരു ഭർത്താവ് ഒരു ഉപ്പയെ ചിന്തിക്കില്ല. കാരണം മക്കള് ചെറിയ തെറ്റുകൾ വരുമ്പോ തന്നെ അവരെ എന്താ പറയുക ശിക്ഷണം കൊടുക്കണം. അത് വലിയ ശിക്ഷണമല്ല, നല്ല രീതിയിൽ ആദ്യമൊക്കെ കേൾക്കുക. 1, 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ സെയിം തെറ്റെങ്കിൽ ശാസന അത്യാവശ്യമാണ്. ഞാനും എന്റെയൊക്കെയും പലപ്പോഴും തെറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? മക്കളെ ഞാൻ നന്നായിട്ട് എന്താ പറയാ എനിക്ക് സ്പൂൺ ഫീഡിങ് അല്ല, പക്ഷെ എന്താ പറയാ ഇനി തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. അത് തെറ്റാണെന്നുള്ള തോന്നുന്നു പറയും. പക്ഷെ ഇല്ല, മക്കൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്തു തന്നെ വളരണം. പക്ഷെ ശാസനം ഫസ്റ്റ് തന്നെ കൊടുക്കരുത്, പക്ഷെ ശാസിക്കണം. നമ്മൾ ശാസിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ അധ്യാപകരോ മറ്റുള്ളവരോ ശാസിക്കുന്നതോ ഒരു സമൂഹത്തിൽ പോയിട്ട് കുട്ടി വികൃതി കാണിക്കുകയാണ് അല്ലെങ്കിൽ ഈ കുട്ടി അവിടെ പോയി അലമ്പ് കാണിക്കുകയാണ്, അവർ പറയാണ് നമ്മുടെ മക്കളെ ആ ഒരു പേര് വരാതിരിക്കാൻ വീട്ടിൽ നിന്ന് ശാസിക്കുന്നതല്ലേ നല്ലത്. ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഒരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുക മാതാപിതാക്കളും മക്കളും. പിന്നെ നമ്മള് ഒരു ചായ കുടിക്കുന്ന സ്നാക്സ് ടൈമിൽ അത് മക്കളും എന്താ പറയാ മാതാപിതാക്കളും ഒന്നിച്ച് കുസൃതിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. നിങ്ങളെ ഭാര്യമാർക്ക് ഉമ്മമാർക്ക് പലപ്പോഴും കഴിയും, പക്ഷെ ഭർത്താക്കന്മാരായ നിങ്ങൾക്ക് ഉപ്പന്മാർക്ക് കഴിയാറില്ല. മക്കളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. ഇനി പ്രവാസിയായിട്ടുള്ള ഒരു പിതാവാണെന്നുണ്ടെങ്കിൽ അവർ ഫോണിലൂടെ തന്നെ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തും ആ ഒരു എന്താ പറയാ ഒരു കോംബോ ഉമ്മ പാപ്പ മക്കള് എന്നുള്ള കോംബോ അവർക്ക് ഉണ്ടാക്കി എടുക്കുക. അത് ആ ഒരു എന്താ പറയാ അവർ ഉറങ്ങുന്ന സമയത്ത് വിളിക്കാണ്ട് അവര് എവയൊക്കെയുള്ള സമയത്ത് ആ ഒരു വീഡിയോ കോൾ ഓപ്പൺ ആയിട്ട് വിളിക്കുക. അതൊക്കെ എന്താ പറയാ പറയുന്ന എല്ലാ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളാണോ എന്താന്നുള്ളത് ആവശ്യ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ കുട്ടികളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളും ഒരു ബന്ധം കീപ്പ് ചെയ്യുക. കാരണം അവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവരെയും കൂടി നമ്മൾ നല്ലത് പറഞ്ഞും അവരൊക്കെ ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചും അവരുമായിട്ടും നല്ല മിങ്കിൾ ആവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഫ്രണ്ട്ഷിപ്പിലൂടെ പോയാലാണ് ഇപ്പൊ കാര്യം നടക്കുകയുള്ളൂ. നമ്മുടെ മക്കൾക്ക് നല്ല ബന്ധങ്ങളും നല്ല കൂട്ടുകെട്ടും നമ്മളെ മക്കൾ നല്ലതായി മറ്റുള്ളവരെ നന്നാക്കാനും ഒക്കെ കഴിയട്ടെ. പക്ഷെ ഇതിനൊക്കെ അടിത്തറ വിരിക്കുന്നത് ആരെന്നറിയാമോ? നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട
അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു ഉമ്മക്ക് തന്നെ ആയിരിക്കും അല്ലെ അങ്ങനെ മക്കളെ കാര്യങ്ങൾ അത് നോക്കാൻ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു മാതാവ് എപ്പോഴും നല്ല ഫ്രണ്ട് ആയിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിലിപ്പം മദ്യപിച്ചെത്തുന്ന ഒരു പിതാവിനെ കണ്ടു വളരുന്ന ഒരു മകന് ചിലപ്പോൾ അവൻ വിചാരിക്കും അവൻ ഓക്കെ എന്താ പറയാ, എനിക്ക് എന്റെ ഉപ്പയെക്കാളും നന്നാവണം അല്ലെങ്കിൽ എന്റെ അച്ഛനെക്കാളും നന്നാവണം എന്നൊക്കെ ചിന്തിച്ചാലും ചിലപ്പോൾ ഒരു ഇൻസിഡന്റ് അവൻ ചിന്തിക്കും, ഓ എന്നെ എന്ത്, നമുക്കൊന്നും അവരെ വിലക്കാനുള്ള ഒരു ഇതുപോലും ഉണ്ടാവില്ല ചില തെറ്റുകൾ ചെയ്യുമ്പോ, നിങ്ങൾ ഇങ്ങനെയല്ലേ പിന്നെ എന്നെ എന്തിനു പറയണോ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഇടയിൽ നമ്മൾ മാതൃകയാവുക, മാതാപിതാക്കൾ മാതൃകയാക്കി മാതാപിതാക്കളുടെ സ്നേഹം കണ്ട് മാതാപിതാക്കളെ കണ്ട് വളരട്ടെ നമ്മുടെ മക്കള്. നമ്മളെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മക്കളെ കാണുമ്പോ അവർക്ക് നല്ല വില ഉണ്ടാവില്ല നമ്മളെ. അതെ, അപ്പൊ അതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ മാതൃകയാക്കുക. നമ്മുടെ മക്കള് സമൂഹത്തിന് ഉതകുന്ന നല്ല മക്കളാവട്ടെ. ആവട്ടെ.